ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ശർക്കര മത്തനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ വലിയൊരു ബ്രേക്കിന് ശേഷം ഈ വർഷത്തെ ആദ്യത്തെ ഒരു പോസ്റ്റാണിത്. അപ്പോൾ ഇന്ന് ശർക്കര മത്തൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മത്തൻ്റെ പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മത്തൻ കുമ്പളാണ് വേണ്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിൽ ഇത്തിരി ഉപ്പും പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിലടിച്ചാൽ മതി, ശരിക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. ഇത് മറയൂർ ശർക്കരയാണ്. ഞങ്ങളിപ്പോൾ മൂന്നാർ മറയൂരൊക്കെ ടൂർ പോയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ മത്തൻ കുമ്പളം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതൊരു സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം. ശർക്കരപ്പാനി തയ്യാറായി കഴിഞ്ഞ് ഇനി അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ 1 കപ്പ് തേങ്ങ ചിരവിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു ടൈമിൽ ഇത്തിരി പച്ചരി ഒരു 2-2.5 സ്പൂണ് പച്ചരി പൊടിച്ചത്, അതായത് പത്തിരിപ്പൊടി വെള്ളത്തിൽ കട്ട കെട്ടാതെ കലക്കിയെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുമ്പായി നമുക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത്തിരി ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അത് യോജിപ്പിച്ചതിന് ശേഷം ആ പത്തിരിപ്പൊടി കലക്കിയത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം നല്ലോണം ഒന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് നന്നായി കുറുകി വരണം. അതുവരെ ഇളക്കി കൊടുക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാകാം. ഇത് കുമ്പള ഇങ്ങനെ പൊട്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിച്ച് പൊള്ളും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴാണ് ഇത് റെഡിയായി എന്ന് നമുക്ക് മനസ്സിലാകാം. ഇതിൽ വേറെ നെയ്യോ മറ്റോ ഒന്നും ചേർക്കേണ്ടതില്ല. നെയ്യ് ചേർക്കുന്നവരും ഉണ്ട്, പക്ഷേ നെയ്യ് ചേർക്കാതെ തന്നെയാണ് ഈ ഒരു ശർക്കര മത്തൻ തയ്യാറാക്കുവാൻ നല്ലത്. അപ്പോൾ ഇതങ്ങോട്ട് ചൂടോടെ ഇലയിലേക്ക് വിളമ്പാം. ഒരു ഈവനിങ് ചായ കൂടെ നല്ലൊരു വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് ഇതായിരുന്നു വിഭവം. എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.